സോ യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇതാണ് എൻ്റർടൈൻമെൻറ്റ്. നിങ്ങൾ ഒരു WWE ആ ഒരു റെസ്ലിംഗ് ഫെഡറേഷൻ്റെ ആ ഒരു ഇടികുത്തൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. ദിസ് ഫിലിം ഈസ് ഫോർ യു. ഒടുക്കത്തെ ഇടി, എന്താ പറയുക, തുടക്കം മുതൽ അവസാനം ഇടിയുടെ പൂര പെരുമഴ. നിങ്ങൾ ഈ ബബബ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ആയ മറ്റേ ലോജിക്കില്ല, സെൻസ് ഇല്ല, മറ്റേതില്ല, മറിച്ചതില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ പടത്തിലൊന്നും കയറാൻ നിൽക്കരുത്. അതൊന്നും വയ്ക്കരുത്. എന്ത് രസമാണെന്നറിയോ, തിയേറ്റർ ഫുള്ള് ഇടി മയം പോലെ, എന്താ പറയുക, ഇങ്ങനെ ജ്വരം കയറി വന്ന് നരമ്പിലൊക്കെ കയറി വന്നിട്ട്. പൊന്നു മക്കളെ, ഇങ്ങനത്തെ ഒരു പടം 2024 കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഇതൊരു തുടക്കമാണ്. ഇങ്ങനത്തെ ഒരു പടങ്ങളൊക്കെ വേണം വരാനായിട്ട്. ഇതിന് മുൻപ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഗുസ്തിപ്പടമായിട്ട് ടോവിനോട് പറഞ്ഞാൽ പണ്ട് എപ്പോഴും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, 10 കൊല്ലം മുൻപ് എങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഒരു പഞ്ചാബിലൊക്കെ പോയിട്ട് ഒരു സംഭവം, അതൊരു ഇങ്ങനെ കണ്ടിരിക്കുക. പിന്നെ അടുത്തിടെ കഴിഞ്ഞ വർഷം എങ്ങോട്ടാണെന്ന് തോന്നുന്നു നസ്ലിൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ആകെയൊക്കെ കാശ് പോയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതൊരു ഇടിപ്പടമായിട്ട് കൂട്ടാനേ പറ്റത്തില്ല. ഇതൊരു ഇടി ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതാണ് പടം. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ഇതാണ്. എന്താ പറയുക, ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോകേണ്ടത് ഇതിൻ്റെ എൻ്റയർ ടീമിന് തന്നെ കൊടുക്കണം, ഡയറക്ടർ മാത്രമല്ല. കാരണം ഓരോ സീനിലും എന്താ പറയുക, പെർഫെക്ഷൻ. BGM അടക്കം, കോസ്റ്റ്യൂം, എന്താ പറയുക, ഒരു തരി കുറ്റം പറയാൻ എവിടെയെങ്കിലും ഒരു ഇത് കാണാൻ പറ്റും, അതില്ല ഇതിന്. വാ, ഞാൻ ഒരു പേര് എനിക്കെടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. ഇതിൽ എൻ്റെ കാസ്റ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പം പറഞ്ഞുതരാം. ഇത് ഡയറക്ടർ ബൈ മിസ്റ്റർ അദ്വിത് നായർ. കക്ഷി തന്നെയാണ് സ്റ്റോറി എഴുതിയിരിക്കുന്നത്. സ്ക്രീൻ പ്ലേ ഡയലോഗ് ബൈ സനൂപ് തൈക്കോടം. പൊരി ഡയലോഗ് എല്ലാം തീപ്പൊരി തന്നെയായിരുന്നു. കക്ഷിക്ക് ഒരു കൈയ്യടി കൊടുക്കേണ്ടത് തന്നെയാണ് ഈ ഒരു പടത്തിന്. പിന്നെ കാസ്റ്റിൽ തന്നെ കാണിക്കുന്നുണ്ട് മമ്മൂട്ടി. അത് ഓൾറെഡി അത് ലീക്ക് കഴിഞ്ഞു. പടം ഇറങ്ങുന്ന മുൻപ് തന്നെയാണെന്ന് തോന്നുന്നു. യൂട്യൂബ് ഷോർട്സിൽ ഇഷ്ടം പോലെ ഇതിൻ്റെ ലീക്കിങ് കണ്ടൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ ആ റോളും കുറിച്ചിട്ടുള്ള. നിങ്ങൾ കണ്ടു കാണും. അർജുൻ അശോകൻ ആസ് യൂഷ്വൽ, റോഷൻ മാത്യു, വൈശാഖ് നായർ, യേശുൻ ഷോബത്, കാരമൻ സിദ്ദിഖ്, ഗ്രാഫി, ബ്ലാ 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 ബ്ലാ. ഇതിൽ കാണാത്തൊരു പേര് നമ്മുടെ ഖാലിദ് അമേരി. യെസ്, ഈസ് ദെയർ. ആ കക്ഷി ഉണ്ട്, പുള്ളിക്കാരനിലുണ്ട്. ചെറിയൊരു ക്യാമിയോ റോളാണെങ്കിൽ കൂടിയും കക്ഷി പൊളിച്ചടങ്ങിയിട്ടുണ്ട് ആ സീൻ. പിന്നെ കമ്പോസേഴ്സ് മുജീബ് മജീദ് ആസ് സ്കോർ കമ്പോസർ. പുളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എന്ത് ഒരു രോമാഞ്ചം വരും ഒരു സീനുകളൊക്കെ വരും, BD സീനുകളൊക്കെ വരുമ്പോൾ. സ്ലോ മോഷന് കാര്യങ്ങളൊക്കെ. സിനിമോട്ടോഗ്രാഫർ ആനന്ദ് C. ചന്ദ്രൻ. ഈ മൊത്തം ടീമിനുണ്ടല്ലോ, പേരെടുത്ത് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ എന്ത് കൂടും, എല്ലാവരുടെ അടുത്ത് പറയുന്നില്ല. VFX ലൂടാക്കാൻ ഇട്ടാ ഈശ്വര കുറേ എണ്ണങ്ങളുണ്ടല്ലോ. സ്റ്റണ്ട് ബൈ കാളൈ കിങ്സൺ ആൻഡ് ശരവണ സത്യ. അടിപൊളി. എന്താ പറയുക, നമ്മുടെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ WWE കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ പടം നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്താ പറയുക, ഈ ഒരു സിനിമ കാണുമ്പോൾ ലോജിക്കില്ല, സ്റ്റോറി ഇല്ല, മറ്റേതില്ല, മറിച്ചതില്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യാൻ തോന്നില്ല. അങ്ങനത്തെ ഒരു സിനിമ കഴിച്ചു. ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ OTT റിലീസിന് വേണ്ടി കാത്തിരിക്കരുത്. ഒരു തിയേറ്ററിൽ പോയി കാണുമ്പോൾ ആ ഒരു പൾസ് ഫീൽ ചെയ്യും. ഓഡിയൻസിൻ്റെ ഉള്ളിൽ എടുക്കുന്ന ആ ഒരു നരമ്പിൻ്റെ ഒരു അത് നിങ്ങൾക്ക് ഈ പടത്തിന് കിട്ടും. എസ്പെഷ്യലി മമ്മൂട്ടിയുടെ ഇൻട്രൊഡക്ഷൻ സീൻ അത് ഓൾറെഡി ലീക്കായി നേരത്തെ പറഞ്ഞ പോലെ. എന്നിരുന്നാലും തിയേറ്ററിൽ അത് വലിയ സ്ക്രീനിലൊക്കെ കാണുമ്പോൾ പൊളി സാധനം തന്നെയാണ്. നിങ്ങൾ ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഇത് അങ്ങനത്തെ ഒരു സാധനമാണ്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോയി ടിക്കറ്റ് എടുത്ത് കാശ് കൊടുത്ത് വാങ്ങിച്ച് കണ്ടാലും നിങ്ങൾ എന്നെ തെറി വിളിക്കില്ല. അത്ര മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു സിനിമയാണ് ഗൈസ്. സോ ഗൈസ്, സമയം കളയണ്ട. ഇത് എന്തായാലും നിങ്ങൾ കണ്ടിട്ടിരിക്കും. വർണ്ണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്റ്റോറി, അങ്ങനത്തെ ഒരു സിനിമ. ലൈക്ക് സ്റ്റോറിക്കല്ല പ്രാധാന്യം ഇതിൽ. ആ ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ടല്ലോ, ഈ കഥ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതി, അത് അറിയണം. അത് ചിലർക്ക് മാത്രമേ ആ കഴിവുള്ളൂ. ആ കഴിവ് ഈ ഡയറക്ടറിനുണ്ട്, ഈ എൻ്റയർ ടീമിനുണ്ട്. അവർ കെയർഫുള്ളായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ്യൂം എങ്ങനെ, ക്യാമറ ഏത് ആംഗിൾ, ഏതൊക്കെ സൈഡിൽ, സ്ലോ മോഷൻ. രോമാഞ്ചം ഗൈസ്. ചെറുപ്പം മുതലേ WWE പല എപ്പിസോഡും പണ്ട് കാലത്ത് ഹൾക്ക് ഹോഗനൊക്കെ സ്റ്റാറായി നിന്നൊരു സമയത്ത് കണ്ടിരുന്നൊരു മനുഷ്യനാണ് ഞാൻ. ഇത് കണ്ടപ്പോൾ ഇപ്പോഴത്തെ റെസ്ലിംഗ് ടീം അത്ര വലിയ രസമൊന്നുമില്ല, ഒരു ഇതൊന്നുമില്ല. ആ ഒരു ജ്വരം എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ കിട്ടി. എന്തുകൊണ്ടും നിങ്ങൾ കാണണം.
നേരത്തെ പറഞ്ഞ പോലെ 2026 മോളിവുഡിന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബ്ലോക്ക് ബസ്റ്റർ പടം തന്നെയാണിത്. ഇത് മിക്കവാറും 1-1.5 മാസം ഓടും എന്ന് പറഞ്ഞുകൊണ്ട് സുലൈ അടുത്ത റിവ്യൂമായിട്ട് കാണാം. അതുവരേക്കും തന്ത്രയ്ക്ക് വണക്കം. അത് പറയുന്നതിന് മുൻപ്, പോണതിന് മുൻപ് ഈ അടുത്തിടെയാണ് ഞാൻ ജിയോ ഹോട്ട്സ്റ്റാറിലാണ്, ZEE5 മിറാഷ് എന്ന് പറയുന്ന സിനിമ കണ്ടത്. ആസിഫ് അലി അഭിനയിച്ചത്, ജീത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്ത പടം. പക്ഷേ തന്നെയാണ് തോന്നുന്നത് സ്റ്റോറി എഴുതത്. തുടക്കത്തിൽ കാണാൻ വലിയ രസമൊക്കെ ഉണ്ട്, പക്ഷേ ട്വിസ്റ്റോട് ട്വിസ്റ്റ് എന്ന് പറഞ്ഞ് എൻ്റെ പൊന്നോ, അവിടെ ട്വിസ്റ്റ്, ഇവിടെ ഓരോ ക്യാരക്ടറിനും ഓരോ ട്വിസ്റ്റുകളാണ്, ഓരോ കഥകൾ. ഇല്ലെങ്കിൽ ബോറടിപ്പിച്ചില്ല. എന്നിരുന്നാലും എനിക്ക് ഇഷ്ടപ്പെടാത്തൊരൊറ്റ കാര്യം നടിയുടെ ആ ഒരു ഫ്ലാഷ് ബാക്ക്. അത് ഖത്തറിൽ ചെന്ന് ഇതൊക്കെ നടന്ന് അതിൻ്റെ വെഞ്ചൻസ് മനസ്സിൽ വെച്ചിട്ട് പോയി തപ്പിയെടുക്കണ കുറ്റവാളികളെ എത്ര എളുപ്പത്തിലാണ് ഒരു കക്ഷി കണ്ടുപിടിക്കുന്നത്. എനിവേ, നോട്ട് ടു ടോക്ക് ഓഫ് ദിസ് മൂവി റിവ്യൂ. പക്ഷെ എന്നിരുന്നാലും ഈ സിനിമ കാണുന്ന മുൻപ് ഞാൻ മിറാഷ് കണ്ടു, അതുകൊണ്ടാണ് അത് മനസ്സിലിങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അടുത്ത മൂവി റിവ്യൂ കാണാം ആസ് യൂഷ്വൽ. ആൻഡ് യു നോ വാട്ട് ടു ഡു. കമൻറ്റ് സെക്ഷനിൽ കാണാം. ബൈ ബൈ.